എല്ലാ ദിവസവും അല്ല കേട്ടോ, പറ്റുന്ന ദിവസങ്ങളിൽ ഫേസിനും അല്ലെങ്കിൽ തലയിലൊക്കെ നിറയെ എണ്ണ വാരിപ്പൊത്തി കൊടുക്കുന്ന ദിവസമുണ്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന അവസരങ്ങളിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫേസിൽ ഒരു ഇത്തിരി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിലെടുക്കാം. അത് നന്നായി ഒന്ന് നമ്മുടെ കൈവെള്ള വെച്ച് ഇങ്ങനെ ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് ചൂടാക്കുക. നല്ലൊരു ചൂട്, അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും നമുക്കൊരു മസാജ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത് അതുപോലെ നമ്മുടെ ഫേസിൽ നമ്മുടെ കഴുത്തിൽ വെക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് നമ്മൾ ഡബിൾ ചിന്ന് മാറുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജോയ് ലൈൻ ഇതേപോലെ തെളിയല്ല. കൃത്യമായ നല്ലൊരു ഡയറ്റ് എടുക്കുക. അതിനുശേഷം അതായത് കാലറി ഡെഫിസിറ്റ് നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. അതിനുശേഷം നമുക്ക് ബോഡിക്ക് കൊടുക്കേണ്ട രീതിയിൽ മസാജും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ ഈ പറയുന്ന എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് എല്ലാ 10 ടൈംസ് കൊടുത്താൽ മതി. പറ്റുന്ന അവസരങ്ങളിൽ കൊടുക്കുക. പിന്നെ ജോയ് ലൈൻ നല്ല വിസിബിൾ ആകാൻ വേണ്ടി ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് കൊടുത്തേക്ക് കേട്ടോ. പണ്ടൊക്കെ ഓരോരുത്തരുടെ കഴുത്തിലിങ്ങനെ എല്ലിൻ്റെ ഇടയിൽ മാല കിടക്കുന്ന കാണുമ്പോഴത്തേക്കേ കൊതിച്ചിട്ടുണ്ട്. അയ്യോ എന്ത് രസമായിരിക്കുമല്ലേ അങ്ങനെ കിടക്കുന്നത് കാണാനെന്ന്. പിന്നെയാണ് ഇത് ബ്യൂട്ടി ബോണാണെന്നും ഇങ്ങനെയൊക്കെ ആവാനായിട്ട് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ പിന്നെ കഴുത്തിൽ ഒക്കെ ഫാറ്റ് കുറയണമെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ കാണുമ്പോഴത്തേക്ക് ഇപ്പം നല്ല ഭംഗിയൊക്കെ തോന്നുന്നില്ലേ. പിന്നെ നമ്മുടേത് ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നൈസായിട്ട് നമ്മുടെ ഫേസിന് കൊടുക്കുക. ആരെയും ദ്രോഹിക്കാതിരിക്കുന്ന പോലെ തന്നെ ഫേസിനെ നോവിക്കാതെ നല്ല രീതിയിൽ കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ചെയ്താൽ നല്ലൊരു വിസിബിളായിട്ടുള്ള റിസൾട്ടാണ്. നമ്മുടെ ബോഡി എപ്പോഴും നമുക്ക് നല്ലത് തരണമെങ്കിൽ നമ്മളും നല്ലത് കൊടുക്കുക. ഇവിടെ കൊണ്ടുവന്നായിരിക്കണം നമ്മുടെ എല്ലാ ഒരു മസാജ്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇവിടെ നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്ന. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് ഇച്ചിരി ഐസ് വാട്ടറിൽ ഫേസ് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. എന്നാലേ നല്ലൊരു ഡയറ്റ് കൂടി എടുക്കണം. അല്ലാതെ ചുമ്മാ ഇത് ചെയ്തിട്ട് നമുക്ക് ഫേസ് കറക്റ്റാണോന്നോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാധനമൊക്കെ ഉണ്ടാകണമെന്നോ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയറ്റിനെ മുറുകെ പിടിച്ച് ഡയറ്റ് ചെയ്യുന്നത് ബുദ്ധിമാൻ തന്നെയാണ്. കാര്യം ഇന്നത്തെ കാലത്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ അത് കൂടിയേ തീരും. അത് തിരിച്ചറിയണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോക്ടറുടെ മുന്നിൽ പോയി ക്യൂ നിന്ന് നമ്മുടെ മണിക്കൂറുകളൊക്കെ നഷ്ടം വന്നതിന് ശേഷം മാത്രമേ ചിലപ്പോൾ തോന്നൽ വരത്തുള്ളൂ. അപ്പം നമ്മുടെ മോട്ടിവേഷൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്തോ, ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോ. നമുക്ക് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോകാം. അപ്പോൾ ഫേസിൽ വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജോയ് ലൈനും വരും. നമ്മുടെ ഫേസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഫേസ് ഒന്ന് നമ്മൾ ഇത്രയും നാൾ നമ്മൾ സ്നേഹിച്ചില്ലല്ലോ, ഒന്ന് സ്നേഹിക്കുകയൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ടായാലും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.